എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അങ്ങനെ ഇന്ന് ഫുൾ എനർജിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. വിളിച്ചു വരുത്തി കാരണം ഇവളില്ലാതെ ഒരു രക്ഷയില്ലായിരുന്നു. ഇന്നത്തെ വ്ലോഗ് കണ്ടവർക്കൊക്കെ അത് മനസ്സിലായിരിക്കും. കാരണം കരച്ചിലൊന്നുമല്ല, നമ്മളെ കൊണ്ട് നീ ഇല്ലാത്തപ്പോഴത്തേന് എന്തോ ഒരു ഇത് നിനക്ക് മനസ്സിലായില്ല എന്റെ വേല. മനസ്സിലായി കേട്ടോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് അംഗീകരിക്കൂല. നീ ഇല്ലെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെന്ന് ഇന്നലെ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലാക്കി കൊടുക്കും നമ്മള്. യെസ്, അതാണ്. ഇന്നലെ ഞങ്ങളൊരു ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉത്സവത്തിന് പോയപ്പോഴത്തേന് ഞങ്ങള് ഗാറയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു. അതായത് ഇന്ന് ടെഡി ഡേ ആണോ മുട്ടി? അല്ല, പിന്നെ ഇന്നത്തെ ഡേ പിഞ്ചൻ പിന്നെ പറയാം. അതെയോ? ഞാൻ പറയാം. ഞാനല്ല, സോറി, ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാലന്റൈൻസ് ഡേ ഇതൊന്നും അറിയത്തില്ല. ആകെ 14 വാലന്റൈൻസ് ഡേ എന്ന് മാത്രമേ അറിയാം, അല്ലെ? 14-ാം തീയതി വാലന്റൈൻസ് ഡേ, അത് മാത്രമേ അറിയാം. ബാക്കി ഫസ്റ്റത്തെ ഡേ ഐ ലവ് യു, പിന്നെ ലാസ്റ്റത്തെ ഡേ പ്രപ്പോസിംഗ് ഡേ അല്ലേ? അല്ല, ശരി, എനിക്ക് മാറിപ്പോയല്ലോ. പിന്നെ ലാസ്റ്റത്തെ ഡേ വാലന്റൈൻസ് ഡേ, അതിന് മുന്നത്തെ ഡേ, അതിന്റെ മുന്നത്തെ ഡേ 14-ാം തീയതി അതറിയാം. കിസ് ഡേ അത് നല്ല കറക്റ്റ് ആയിട്ട് അറിയാം. ഓക്കെ, അപ്പൊ അമ്മൂട്ടി, ഇന്ന് ഞങ്ങള് പ്ലാൻ ആക്കി വെച്ചേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് വാലന്റൈൻസ് ഡേ ബേസ്ഡ് ആയിട്ട് നമുക്ക് വീഡിയോ സെറ്റ് ആക്കണം. അപ്പൊ അത് നമുക്ക് മേ ബി നമ്മൾ അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു ദിവസം ഇവള് കരഞ്ഞ് നിലവിളിച്ച ഒരു കഥയാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ സ്ക്രിപ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യണം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഷൂട്ടിംഗ് ഡേയിൽ നടക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് ഗാറിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് മീൻസ് എന്താണ് അമ്മൂട്ടി? ടെഡിഡേക്ക് മേടിച്ചതാണ്, പക്ഷെ അന്ന് കൊടുക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ അത് റിവീൽ ചെയ്യാൻ പോവുകയാണ്. അതെ, റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് ഗാർഗി അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ആണ് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഗാർഗി അതൊരു കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്. കാരണം ഇപ്പൊ അവള് കാണണ്ട, ഇത്രയേരം നമ്മുടെ ഇതുവഴി കറങ്ങി അടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഉത്സവത്തിന് പോയപ്പോ തന്നെയാണ് ഈ ഒരു സംഭവം കണ്ടത്. സംഭവം കണ്ടപ്പോ അതെ, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനമാണ്. പക്ഷെ അത് എങ്ങനെ അവള് റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു സാധനം നമ്മൾ കാണിച്ചിട്ടൊന്നുമില്ല, അല്ലേ? ഇങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം കൊണ്ട് ഈ ബോളൊക്കെ കൊണ്ട് കൊടുക്കുക എന്നല്ലാതെ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ അവർക്ക് കാണിച്ചിട്ടില്ല. എങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലേ നമ്മുടെ. അവളെങ്ങനെ റിയാക്ട് ചെയ്ത് നോക്കാം. അവളിപ്പോ അവിടെ ഉണ്ട്. നീ ആദ്യം പോയി സാധനം എടുത്തിട്ടോ. പൊക്ക നൈസായിട്ട് പോയി എടുത്തിട്ടോ. ഇത് മുഴുവൻ അമ്മുവിന്റെ സാധനങ്ങളാണ് കേട്ടോ. എടുത്തോ, ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞെട്ടരുത്, വളരെ വലിയ സാധനം. ഇതാണ് കേട്ടോ ഗാറിക്കുള്ള ഐറ്റം കേട്ടോ. പക്ഷെ ഇത് നല്ല ക്യൂട്ടാണ്. ഇത് ആ അമ്പലപ്പറമ്പിൽ നമ്മൾ ചെന്നപ്പോ എനിക്ക് ഒരു സാധനം, ഇത് കറക്റ്റ് നശിപ്പിക്കില്ലേ? ഇത് കോഴി മാത്രമല്ല, ഇതിങ്ങനെ കരകരാന്ന് പോകുന്ന സാധനമാണ് കേട്ടോ. കരകരകരായിരുന്നോ? ഇത് ഞങ്ങൾ അവിടെ കണ്ടപ്പോഴത്തേക്ക് നല്ല ക്യൂട്ടായി തോന്നി കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്നാ പിന്നെ ഇത് ഗാറയ്ക്ക് കൊടുത്തേക്കാം, ഗാറയ്ക്ക് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിനുവേണ്ടി തന്നെ സെപ്പറേറ്റ് ഒരു ദിവസം പോയി, അല്ലേ? സെപ്പറേറ്റ് ഒരു ദിവസം പോയിട്ട് മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അതിന് മുന്നേ ഇന്ന് ടീച്ചറെ ഞാൻ തരികയാണ്. ഗാർഗിനെ കാണിക്കാം. അല്ല, ടീച്ചറെ ഞാൻ തരികയാണ്. കോഴിക്ക് ഞാൻ കോഴീനെ കൊടുക്കുകയാണ്. ഓഹോ, അങ്ങനെ. ഞാൻ വലിയ കോഴിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞു കോഴിനെ മേടിക്കുകയാണ്. നമുക്ക് ഗാർഗിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ഗാർഗി വരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ കറക്കിയിട്ട് ഗാർഗി വരുന്നുണ്ട്. ഗാർഗി ഇരിക്കുന്ന ഒരു ഏരിയ കേട്ടോ. ഗാർഗി അവിടെ ഇരുന്നൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഗാർഗിനെ കാണിപ്പിക്കാം. ഗാഗമോക്ക് ഒരു സൂത്രമുണ്ട്, ചേട്ടന്റെ കയ്യിൽ ഒരു സൂത്രമുണ്ട്. സൂത്രനൊക്കെ കേട്ടപ്പോ വാലാട്ടം തുടങ്ങി. ഗാർഗിക്ക് ഒരു സൂത്രം കാണിച്ചു തരാം. റെഡി? ഞാൻ ഇപ്പൊ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗാർഗിക്ക് സംഭവം മനസ്സിലായി. ഗാർഗി കൈയെല്ലാം നോക്കുന്നുണ്ട്. ഗാർഗിയുടെ എക്സ്പ്രഷൻ നോക്കണമെങ്കിൽ ഗാർഗി എന്റെ കയ്യിലേക്കൊക്കെ നോക്കുന്നുണ്ട്. ഇതെന്തോ സംഭവം ഉണ്ട്, എന്തോ തിന്നുന്ന സാധനമാണോ? ഗാർഗി മോക്ക് ഒരു സൂത്രം ഉണ്ട്. ഗാർഗി മോക്ക് ഒരു സൂത്രം. ഗാർഗി മോൾക്കൊണ്ട് ഗിഫ്റ്റ് ആട്ടോ, കൂട്ടുകാരി. ഗാർഗി മോക്ക്
കൂട്ടുകാരിനെ തരാൻ വേണ്ടി പോവാണേ. ഇതാ നോക്കിക്കോളൂ നോക്കിക്കോളൂ നോക്കിക്കോളൂ. ഇതാ കൂട്ടുകാരി വന്നേ. കൂട്ടുകാരി ഗാർഗി പോണ്ട കൂട്ടുകാരി മെല്ലെ എണീറ്റത്. ഇതാരാടി ഇത്? ഗാർഗിയുടെ കൂട്ടുകാരി കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇത് ഗാർഗി പോക്കുള്ള കൂട്ടുകാരിയാണ്. ഇഷ്ടപ്പെട്ടു? അതല്ല, അവളെ മറ്റേ ഫേവറേറ്റ് സാധനല്ലേ ചിക്കനാണ് തിന്നുന്നതാണ്. ഗാഗുമോടെ കൂട്ടുകാരി. ഇതിന് നമുക്കൊരു പേരുണ്ടേ. എന്ത് പേര്? കുഞ്ഞാട്ടൻ ചിക്കുന്നാ. ഗാർഗുമോടെ കൂട്ടുകാരി ചിക്കന്റെ ചിക്കു. ഗാഗുമോടെ കൂട്ടുകാരി ഓടി വരുന്നേ ഗാഗുമോടെ കൂട്ടുകാരി ഓടി വരുന്നേ. പിടിച്ചോ എടുത്തോ. ഗാഗുമോടെ കൂട്ടുകാരി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നാക്കെല്ലാം കാണിക്കില്ല. വാലൊക്കെ ആടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു. പേടിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കൊള്ളാലോ സാധനം. ഇഷ്ടപ്പെട്ടോ ഗാഗുമോളെ? അവക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ ഇതിനെ കണ്ട് പേടിക്കുന്നു, പക്ഷെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ വെക്കാം എന്നാ. അവിടെ ഓടത്തി. അയ്യോ പോയി അവിടെ എന്താ ചെയ്യുന്ന നമുക്ക് നോക്കാം. അയ്യോ തിന്നോ? അതിന്റെ പപ്പും കൂടെ ഇപ്പൊ തന്നെ പറിച്ചെടുക്കും. ഇഷ്ടപ്പെട്ടോ ഗാഗുമോളെ? ഗാഗുമോക്ക് ഇഷ്ടപ്പെട്ടോ? ഗാഗുമോടെ കൂട്ടുകാരി കേട്ടോ. ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി. ഇഷ്ടപ്പെട്ടോ? ഗാഗുമോടെ കൂട്ടുകാരി മണത്ത് നോക്കുക ജീവനുണ്ടോ. ജീവനുണ്ടോ? ഇതിന് തിന്നാൻ പറ്റുന്ന സാധനം പോലെ ആണോ? നീ കൊതി വരുമ്പോ ഇത് നോക്കണം കേട്ടോ. അതെ, ഈ കുറച്ച് കഴിയുമ്പത്തിന് അതിന്റെ മൂക്കും വായൊക്കെ കാണുമെന്ന് ഡൗട്ടാ കേട്ടോ. ഇത് ഇങ്ങനെ കറക്കണം ഗാഗുമോളെ. എന്നിട്ട് നമുക്ക് വിടാം. ചേട്ടൻ വിടുന്നത്. റെഡി 1 2 3 സ്റ്റാർട്ട്. സംഭവം നല്ല രസമുണ്ടല്ലേ? കൊറേ നാൾ ഓടും ഇത്. ഓടുന്നവര് ഓടട്ടെ. സംഭവം നല്ല ഉണ്ട്. ഗാർഗി അതിനെ കണ്ട് അങ്ങ് ആസ്വദിച്ചിരിക്കും. ഇതിന് തിന്നാൻ പറ്റുന്ന വല്ല ആണോന്ന് അവളുടെ ഡൗട്ട്. നീ എടുത്ത് കളിപ്പിക്കുന്നതിനനുസരിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവള്. പിള്ളേർക്ക് കളിക്കാൻ വെച്ചു കൊടുക്കുന്ന പോലെ കേട്ടോ ഇവിടെ ഗാർഗിക്ക് സംഭവം വെച്ചു കൊടുക്കുന്നു. ഞങ്ങള് ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേന് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കല്ലേ കളിപ്പാട്ടം മേടിക്കത്തുള്ളൂ. ഇപ്രാവശ്യം നമ്മള് കളിപ്പാട്ടം മേടിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഗിക്ക് കേട്ടോ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അതെ അതെ, അതിനെ തന്നെ നോക്കിയിരിക്കുന്നേ. കൊടുത്തില്ല. ജ്ഞാനം ദേഹം നരസിംഹം. ഇതാരാ തിരുവാതിര കളിക്കുന്നത്? കൊച്ചിനെ സാധനം കളയല്ലടി. അവിടെ ഇന്ന് വൈകുന്നേരം ഇതിനെ ഫ്രൈ ആക്കി കിട്ടുമെന്നായിരിക്കും അവള് വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഇതൊന്ന് താഴെ ഇറക്കിട്ട് വേണം അവൾക്ക് ഫ്രൈ ആക്കാൻ. അതുകൊണ്ട് അവള് വിചാരിച്ചിരിക്കുന്നത്. എന്താ ഗാഗുമോളുടെ ഫ്രണ്ട് വരുന്നു. ഗാഗുമോളുടെ അടുത്ത് ഗാഗി ഓടി വരുന്നു. മര്യാദക്ക് ഇരുത്താനും സമ്മതിക്കില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസമുള്ള കാര്യമായിരുന്നു കേട്ടോ. നമ്മൾ ഇതുപോലെ നമ്മുടെ പെറ്റ്സിനൊക്കെ അവർക്കൊരു ചെറിയ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെ. ഞങ്ങൾ അവിടെ പോയപ്പോ അതെ, ഈ ഒരു സംഭവം അവിടെ കണ്ടപ്പോഴത്തേന് ഇത് ഓട് നടന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് അവിടെ കിടന്ന് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ഇത് ഓട് നടന്നപ്പോഴത്തേന്. അപ്പൊ ഞങ്ങള് എന്തായാലും ഗാർഗിക്ക് ഇത് കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ ഗാർഗിയുടെ കൂട്ടുകാരിനെ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അമ്മൂട്ടി. അപ്പം ഗാർഗിയുടെ സർപ്രൈസ്, ഗാർഗിക്കുള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങണം. പണിയിലേക്ക് പോവാൻ സമയമായ കുട്ടി. എന്താ ടീച്ചറെ പണി? ഇനി നമുക്ക് നമ്മുടെ വീഡിയോ എടുക്കണ്ടേ? നമ്മളിപ്പോ എടുക്കുന്നതോ? ഇത് വ്ളോഗല്ലേ, നമ്മുടെ സീരീസ് എടുക്കണ്ടേ? സീരീസിലേക്കുള്ള പരിപാടീസ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. നിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഓക്കെയാണ്. ഞാനൊന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. ഇവന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യൽ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. അതായത് ക്യാരക്ടറിന് വേണ്ടിട്ട് നമ്മൾ എന്തും ത്യജിക്കണം എന്നാണ് അമ്മൂട്ടി പറയുന്നത്. അതെ അതെ, മനസ്സിലായോ? അമ്മൂട്ടി, എനിക്ക് ഒരു മുണ്ട് വേണം ഇന്നത്തെ ക്യാരക്ടറിന്.
മുണ്ടില്ല. അല്ല, ഇന്നത്തെ ക്യാരക്ടറിന്റെ ഒരു മുണ്ട് മെയിൻ ആണ് എൻ്റെ ക്യാരക്ടറിൽ. ഓക്കെ, അപ്പോൾ മൈക്കും കാര്യങ്ങളും എല്ലാം ചാർജ് ചെയ്ത് വെച്ചിട്ടില്ലേ? ഇവന് ഭരണമാണല്ലോ. പിന്നെ അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ആകുമ്പോഴത്തേന് ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നു. ഇപ്പൊ ഞാൻ വന്നപ്പോഴേക്ക് ഇവിടെ ഭരണം തുടങ്ങി. ഞാൻ എന്നെ കൂടുതൽ ഇവിടെ കഷ്ടപ്പെടുത്തിക്കുകയാണ്. ഷോട്ട് ഓക്കെ ആവണം, എല്ലാം സെറ്റ് ആവണം. ഇന്നത്തെ പരിപാടി ചടപടാന്ന് എനിക്ക് തീർച്ചയായും. എടി എന്തെങ്കിലും ഒരു മുണ്ട് കാണേ. പിന്നെ അതെന്തുവാ നീ ചെയ്യടി. എന്ത് അമ്മേതാക്കി പോയാ പിന്നെ എങ്ങനെയാ ഒരു ചെടി നനയ്ക്കുന്ന സീനാണേ. ഷോ എടി, ആ ചെടി വരെ കിട്ടത്തില്ലടി പൊട്ടി. ഈ പൈപ്പിന് നീളം ഇല്ലാത്തോണ്ടേ. സോറി, ഈ ഡയറി കൊണ്ട്. ഓക്കെ, ഇവിടെ മതി. ഈ സൈഡിൽ നിന്നെടുക്കടേ. വേഗം വെള്ളം തീരുന്നതിന് വെള്ളത്തിന് ക്ഷാമോ ഭയങ്കരം. റെഡി അയാ? നോക്കിക്കൊണ്ടിരിക്കേ. എന്തിനാ നീ എന്റെ പുറകെ ഓടുന്നത്? അത് കഥയെ ആസ്പദമാക്കിയുള്ളതാ. ഇനി അത് കഥയിൽ നടക്കുന്ന കഥ. കഥാനായിക വരുന്നുണ്ട് ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക്. അവിടെ പോയതാ. വടി വേണോന്നല്ല, അടി വേണോ? സോറി, അടി വേണോ? അടി നിനക്ക് ഇവിടെ എന്റെ കാനെ പിന്നെ പറ. മാപ്പു അടി വേണോ നിനക്ക്? അടി ഞാൻ തരും. ഇനി പേടിയാണ് കേട്ടോ. അടി എടുക്കട്ടെ ഞാൻ? എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് എവിടെയും പോവല്ലേന്ന്. പോട്ടെ. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സർക്കിട്ടിന് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇത്. വാ മതി, സാരമില്ല. അമ്മു ചേച്ചി ഇച്ചിരി പേടിപ്പിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാ. വാ മതി, വാ കമോൺ. ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യാന്ന് നിനക്ക് അറിയത്തില്ലേ? അതിന്റെ ഇടയ്ക്ക് നീ അല്ലേ ഇതെല്ലാം ശ്രദ്ധിക്കണ്ട. നീ നിന്നെ തന്നെ ശ്രദ്ധിക്കണം. വാ. അമ്മൂട്ടിയുടെ ഷോട്ട്. ഇടയ്ക്ക് വന്ന് അതിനും തട്ടിട്ട് പോകുന്നത്. പിന്നെ അതെന്തുവാ നീ ചെയ്യടി. എന്ത് അമ്മേതാക്കി പോയാ അങ്ങനെ ഇന്നത്തെ അതിസാഹസ്യമായിട്ടുള്ള ഷൂട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതിയ വീഡിയോ അപ്പീന കോപ്പുകളാണ്. കരയാൻ പറഞ്ഞ സീൻ അവസാനം ഞാൻ അതങ്ങ് കട്ട് ചെയ്തിട്ട് അതിനെ വേറെ രീതിയിലാക്കി. ആ ഓൺ സ്പോട്ടിൽ ഞാനത് എന്റെ ഐഡിയയില് സാധനം വന്നില്ലായിരുന്നെങ്കിൽ തകർന്നു വരും. നിങ്ങൾ എന്തായാലും വീഡിയോ കാണണം കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വന്നപ്പോ ഞാൻ വിചാരിച്ചത് റിയൽ ആയിരിക്കും കേട്ടോ. ഈ ഒരു കഥ ഇപ്പൊ നമ്മൾ ചെയ്ത കഥ കരഞ്ഞ് തളർന്നു. അതെ, അത് ഭയങ്കര ഒരു കഥയാണ് കേട്ടോ. അപ്പൊ ഈ റീലില് ഇപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോ ഫണ്ണാക്കി. പക്ഷെ റിയൽ ആയിട്ട് ഇവള് കരഞ്ഞ് തളർന്ന ഒരു കഥയാണ് കേട്ടോ. ഞാൻ ഇവൻ ഇങ്ങനത്തെ കോപ്രായം കാണിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. ഇന്ന് നമ്മൾ വാലന്റൈൻസ് ഡേ ബേസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു അത് കുറച്ചുകൂടെ ടൈം എടുക്കാലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെച്ചത്. അപ്പൊ ശരിക്കും ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താ കൂടി? ഇന്ന് എന്താ ടെൻഷൻ പറ. എടി ഞാൻ തൊട്ട് പറഞ്ഞല്ലോ, എനിക്ക് ഇന്നത്തെ ഡേ അറിയത്തില്ല. ആകെ വാലന്റൈൻസ് ഡേ മാത്രം അറിയാം. എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ഇങ്ങനത്തെ ബർത്ത്ഡേ എപ്പോഴാന്ന് പോലും അറിയില്ല. മിണ്ടായിരിക്കും നീ അത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഡേ പ്രോമിസ് ഡേ. അപ്പൊ നീ എനിക്ക് തന്ന പ്രോമിസുകൾ എന്തൊക്കെയാ ടീച്ച? എനിക്കൊന്നും ഓർമ്മയില്ല. ഇവൻ ഓർക്കൂല. ബാക്കിയുള്ള കാര്യമല്ലേ ഇവനെ ഏറ്റെടുക്ക്. ഇത് മാത്രം ഇവന് ഓർമ്മയില്ല. കൊടുത്ത പ്രോമിസ് കുറെ പ്രോമിസുകളിൽ കല്യാണത്തിന് മുന്നേ നടക്കുന്നതെല്ലാം വാഗ്ദാനമാണ്. അത് റിയലാണ്. ഇതാണ് റിയൽ ലൈഫ്. എല്ലാരും പറ്റിക്കപ്പെടാതിരിക്കാൻ നോക്കുക. ഷിംലയിലാണ് പോണെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഇതുവരെ നടന്നിട്ടില്ല. മേ ബി അത് എപ്പോഴെങ്കിലും നടക്കും. കുറെ പ്രോമിസുകളല്ല,
എനിക്ക് കൂടുതലും ചെയ്ത് തീർക്കാനുള്ള കടമകൾ. അതെ അതെ അതെ, അത് മനസ്സിലിരിക്കട്ടെ. അത് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് പറയത്തുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അത്രയും നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് സങ്കടമായിരിക്കും. ചിലപ്പോൾ മേ ബി പ്രോമിസ് മാത്രമായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും, എനിക്ക് എന്തെങ്കിലും നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അത് നടക്കുമ്പോഴത്തേനും അത് കുഞ്ഞിതാണെങ്കിലും വലുതാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ച അത്ര ആയിട്ടില്ലെങ്കിലും അത് ചിലപ്പം നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരിക്കും. ചിലപ്പോൾ ഞാൻ വലിയൊരു സംഭവം പറഞ്ഞിട്ട് അതങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിലും അല്ലെ, വാഗ്ദാനം മാത്രമായി പോകും. അപ്പൊ അതുകൊണ്ട് ആ സാധനങ്ങളെ നമ്മളങ്ങോട്ട് മാറ്റി നിർത്താം. എനിവേ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ശരിക്കും ഗാർഗിനെ ഹാപ്പിയാക്കി, പിന്നെ നമ്മുടെ ഷൂട്ട് കടന്നു, അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ പ്രോമിസ് അതെ അതെ അതെ, അതിലും ഞാൻ ഹാപ്പിയാണ്. അപ്പം ശരിക്കും ഇവിടെ കൂടെ ഉള്ളപ്പോ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ പക്കയായിട്ട് പടം പറയുന്ന പരിപാടി ഞാൻ എന്നും വഴക്കാം. അപ്പൊ ഞാൻ പറയും ഞാൻ ഇല്ലാത്തപ്പോ നീ വില അറിയുന്നു, ഒരു ദിവസം കൊണ്ട് ഇവന് മനസ്സിലാക്കി. യെസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് തള്ളി മറിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.